ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അനഗാംസാണ് മക്കളെ. നമ്മളെല്ലാവരും എക്സാമിന് റെഡി ആയിട്ട് നിൽക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ മക്കളെ, നമ്മളൊരു ലാസ്റ്റ് റൗണ്ട് പ്രിപ്പറേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. സോ ലാസ്റ്റ് റൗണ്ട് പ്രിപ്പറേഷനിലേക്ക് പോകുന്ന സമയത്ത് ഇനി ഉള്ള ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്താണ് പഠിക്കേണ്ടത് എന്നും പറയാനാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം 3-4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരമായിട്ട് വരുന്ന കാര്യങ്ങൾ മിസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആൻസേഴ്സ് ഒന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല, ചോദ്യങ്ങൾ മാത്രമേ മിസ് ഇവിടെ കൊടുത്തുള്ളൂ. ആൻസേഴ്സ് ഇനി അങ്ങോട്ടുള്ള നമ്മളെ കോണ്ടന്റുകളിലും ലൈവിലൊക്കെ നമുക്ക് ആൻസേഴ്സ് മിസ് ഡിസ്കസ് ചെയ്യും. എസ് എൻ്റെ ഒരു സെറ്റ് വീഡിയോ നിങ്ങൾക്ക് ചെയ്തു വെക്കും. അതേപോലെ തന്നെ 3-4 മാർക്കിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്, 5 മാർക്കിൻ്റെ ഒരു വീഡിയോ, അങ്ങനെ 3 സെറ്റ് വീഡിയോസ് ഇനി നിങ്ങൾക്ക് വരും. അതിൽ മിസ് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒക്കെ ആൻസർ എന്ത് ചെയ്തിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും. അപ്പം എല്ലാവരും റെഡിയല്ലേ? നമുക്ക് ആരംഭിക്കാം. ഓക്കെ മക്കളെ, 3-4 മാർക്കിന് ചോദിക്കുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മിസ് വീണ്ടും പറയുകയാണ്, ആൻസേഴ്സ് ഇവിടെ കൊടുക്കുന്നില്ല. ഇനി നമുക്ക് വരുന്ന ലൈവുകളിൽ അതിൻ്റെ മുന്നോടിയായിട്ട് വരുന്ന കോണ്ടന്റുകളിലൊക്കെ ഇതിൻ്റെ ആൻസേഴ്സ് മുഴുവൻ മിസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. പൊളിറ്റിക്കൽ തിയറി നമ്മൾ പഠിക്കുന്നു അല്ലേ? അതിന് സിഗ്നിഫിക്കൻസ് എന്താണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ തിയറി. ഇവിടെ നോക്കിക്കേ, രാഷ്ട്രീയ സിദ്ധാന്ത പഠനത്തിൻ്റെ പ്രാധാന്യം എന്താന്ന് നമ്മളോട് ചോദിക്കുകയാണ്. അപ്പം നമ്മൾ എന്തിനാണ് ഈ ഒരു പൊളിറ്റിക്കൽ തിയറി പഠിക്കുന്നത് എന്നുള്ള കാരണങ്ങൾ നമ്മുടെ എഴുതി കൊടുക്കാം. അടുത്ത ചോദ്യം രാജ്യസഭയുടെയും ലോകസഭയുടെയും പവേഴ്സ് ആണ്. രാജ്യസഭയുടെയും ലോകസഭയുടെയും അധികാരങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്കറിയാം രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള പവേഴ്സ് ആണുള്ളത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മളവിടെ മെൻഷൻ ചെയ്യണം. അടുത്തത് ആഗോള പൗരത്വവും സാർവത്രിക പൗരത്വവും എന്താണ്? ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് ആൻഡ് യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് അല്ലേ? നമ്മൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ആ ഒരു ചോദ്യം വന്നത്. ഈ ഒരു ചാപ്റ്റർ നമുക്കറിയാം എസ് എ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്കിവിടെ വരത്തില്ല. ഇതേപോലെ 3-4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എന്താണ് ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്, യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ കൊടുക്കാം. നമുക്ക് പറഞ്ഞു വരുമ്പോൾ ഈസി ആയിട്ട് കിട്ടുന്നതാണ് ഇതൊക്കെ. പക്ഷെ എക്സാക്റ്റ് ആൻസറിലേക്ക് നമുക്ക് പലപ്പോഴും എത്താൻ സാധിക്കില്ല. അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാലേ നമുക്കത് അറിയത്തുള്ളൂ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. FPTPയും PR സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം. പലപ്പോഴായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായവും ആനുപാതിക സമ്പ്രദായവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? മിസ് ടേബിളായിട്ട് എത്രയോ വട്ടം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഷോർട്സും ആയിട്ട് മിസ് ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ? ഇതിൻ്റെ മുന്നോടിയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്, ഷോർട്സ് ഉണ്ട്. ഇനിയുള്ള ഷോർട്സിലൊക്കെ മിസ് അത് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പം FPTPയും PR സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. പിന്നെ എന്താണെടാ, ഹാനിത്വത്തെക്കുറിച്ച് അഥവാ ഹാം പ്രിൻസിപ്പാളിനെ കുറിച്ച് എഴുതാനാ. ജോൺ സ്റ്റുവേർട്ട് മില്ലാണ് ഹാം പ്രിൻസിപ്പാൾ കൊണ്ടുവന്നത്. അദ്ദേഹം സെൽഫ് റിഗാർഡിങ് ആക്ഷൻ, അതർ റിഗാർഡിങ് ആക്ഷൻ ഇതൊക്കെ പറയുന്നുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ നമ്മളവിടെ കൊടുക്കാം. അടുത്ത ചോദ്യം, നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പല സ്ഥലങ്ങളിൽ നിന്നും എന്താണ്, കടമെടുത്തിട്ടുള്ളതാണ്. ഏതൊക്കെ ഭാഗങ്ങൾ, ഏതൊക്കെ രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് കടമെടുത്തിട്ടുള്ളത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞു കൊടുക്കണം. അടുത്ത ചോദ്യത്തിലേക്ക്, തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളാണ്. ഇലക്ടോറൽ റിഫോംസ് വരാൻ, അതായത് ഇലക്ഷനിൽ പരിഷ്കാരങ്ങൾ റിഫോം വരാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യണം. എൻ്റെ മക്കൾ സജസ്റ്റ് ചെയ്യണം. PR സിസ്റ്റം ഉപയോഗിക്കണം. അതൊക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെയാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ആൻസേഴ്സൊക്കെ മിസ് പറഞ്ഞു തരും കേട്ടോ, പേടിക്കേണ്ട. അടുത്തത്, ഇന്ത്യ എന്തിനായിരിക്കും മക്കളെ FPTP സിസ്റ്റം ചൂസ് ചെയ്തിട്ടുണ്ടാവുക? നമുക്ക് PR സിസ്റ്റം ഇല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് FPTP സിസ്റ്റം ചൂസ് ചെയ്തത്? FPTP സിസ്റ്റം ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മളെ കാൻഡിഡേറ്റിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അതൊക്കെ നമുക്ക് പഠിക്കാട്ടോ. അടുത്തതെന്താ, ജുഡീഷ്യറിയുടെ നിഷ്പക്ഷത ഉറപ്പുവരുത്താൻ സ്വീകരിച്ച മുൻകരുതലുകൾ. ഹൗ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എൻഷുർഡ്. എങ്ങനെയാണ് അവരുടെ സാലറിയിൽ, അതേപോലെ ക്രിറ്റിസിസം, ഈ ജഡ്ജിമാർ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ?
അടുത്തത് മക്കളെ, പരീക്ഷയ്ക്ക് നമ്മൾ പലപ്പോഴും ഒഴിവാക്കുന്നതും എന്നാൽ ചോദിക്കുന്നതുമായും 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് പുസ്തകങ്ങളും അത് ആരാണ് രചിച്ചതെന്നും. രാമായണ റീടോൾഡ്, റിപ്പബ്ലിക്, അതേപോലെ തന്നെ ലോങ് വാക്ക് ടു ഫ്രീഡം, അങ്ങനെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ തന്നിട്ട് അത് എഴുതിയതാരാന്ന് കൊടുക്കും. എഴുതിയതാരാ നമ്മൾ കണ്ടുപിടിക്കണം. മിക്കപ്പോഴും അതൊരു മാച്ച് ദ ഫോളോവിങ് ആയിട്ടാണ് നിങ്ങൾക്ക് വരിക. അങ്ങോട്ടും ഇങ്ങോട്ടും ഓതേഴ്സിനെ തെറ്റിച്ച് കൊടുക്കും, നമ്മൾ ഓർഡർ ചെയ്ത് കൊടുക്കാം. 4 മാർക്ക് ഈസിലി നമുക്ക് കിട്ടുന്ന ഒരു സെക്ഷനാണത്. അതുകൊണ്ട് അതൊരിക്കലും വിട്ടുപോകരുത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. എങ്ങനെയാണ് മക്കളെ ഒരു വ്യക്തി സിറ്റിസൺഷിപ്പ് അക്യൂർ ചെയ്യുക? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 രീതികളിലൂടെ ഒരു വ്യക്തിക്ക് സിറ്റിസൺഷിപ്പ് അക്യൂർ ചെയ്യാൻ സാധിക്കും അല്ലേ? ബർത്തിലൂടെ, പാരമ്പര്യത്തിലൂടെ, രജിസ്ട്രേഷനിലൂടെ, പുതിയൊരു ഭാഗം ഇന്ത്യയിൽ കൂടി ചേർക്കുന്നതിലൂടെ, പ്ലെഡ്ജിലൂടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ലിബർട്ടിയുടെ പോസിറ്റീവ് വശവും നെഗറ്റീവ് വശവും, ക്രിയാത്മക സ്വാതന്ത്ര്യവും നിഷേധാത്മക സ്വാതന്ത്ര്യവും എന്താണെന്ന് നമ്മൾ കൊടുക്കണം. ഓക്കെ, പഠിക്കണേ ഇതൊക്കെ. അടുത്തത്, വികസനത്തിന്റെ സാമൂഹികവും പാരിസ്ഥിതികവുമായ ചെലവുകൾ എന്തൊക്കെയാണ്? സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് സോഷ്യൽ കോസ്റ്റും എൻവയോൺമെന്റ് കോസ്റ്റും എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അത് മിസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഇനി മിസ് ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് നാളെയൊക്കെ വരുന്നതായിട്ടുള്ള കോണ്ടന്റുകളിലൊക്കെ നമ്മളത് പറയും. അപ്പം ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. ഒരു പേടിയും പേടിക്കേണ്ട, അടിപൊളിയായിട്ട് നമുക്ക് മാർക്ക് വാങ്ങാം. അതിൻ്റെ മുന്നോടിയായിട്ട് ഇത് കാണുന്ന എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ച് സെറ്റ് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് നമുക്കറിയാം, ഈസി ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് സെൻട്രൽ ഓൾ ഇന്ത്യ സർവീസസ് ഏതൊക്കെയാണ്? ഇന്ത്യയിലെ വിവിധ സർവീസുകൾ ഏതൊക്കെയാണെന്നുള്ള ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ്. അടുത്തത്, നമ്മുടെ രാഷ്ട്രപതിയുടെ വിവേചനാധികാരങ്ങൾ, ഡിസ്ക്രിമിനേഷനറി പവർ ഓഫ് പ്രസിഡന്റ്. എന്തൊക്കെ വിവേചനാധികാരങ്ങളാണ് രാഷ്ട്രപതിക്ക് ഉള്ളത്? പോക്കറ്റ് വീറ്റോ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, വീറ്റോ അധികാരങ്ങളൊക്കെ, അതൊക്കെ അവിടെ കൊടുക്കാം. അടുത്തത്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇത് പല രീതിയിൽ ചോദിക്കും. യൂണിയൻ ലിസ്റ്റിൽ എത്ര വിഷയങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ള രീതിയിൽ ചോദിക്കും. അതേപോലെ ഒരുപാട് സബ്ജക്റ്റുകൾ മിക്സ് ആക്കി കൊടുത്ത് യൂണിയൻ ലിസ്റ്റ് അണ്ടറിൽ, അതേപോലെ സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് അതിൻ്റെ അണ്ടറിലൊക്കെ ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് വരും. അങ്ങനെ പല രീതിയിലും ഈ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കും. അടുത്തത്, എങ്ങനെയാണ് മക്കളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അമെൻഡ് ചെയ്യുക? ഏതൊക്കെ രീതിയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പറ്റും? 3 രീതികളാണുള്ളത്. സിമ്പിൾ മെജോറിറ്റി, സ്പെഷ്യൽ മെജോറിറ്റിയും അതേപോലെ മൊത്തം നിയമനിർമ്മാണ സഭകളിൽ പകുതി ആളുകൾ അപ്രൂവ് ചെയ്യണം. ഈ 3 രീതികളിലൂടെയാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? വിശദീകരിച്ച് അവിടെ കൊടുക്കണം. എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? വിശദീകരിച്ച് അവിടെ കൊടുക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പരിമിതികളാണെടാ ചോദിക്കുന്നത്. എന്തൊക്കെ പരിമിതികളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്? നമുക്കറിയാം അൺവൈഡ്ലി ആണ്. അതേപോലെ തന്നെ നമ്മൾ ഫോറിൻ ആയിട്ടുള്ള പല ആളുകളെയും നമ്മൾ കടമെടുത്തത് കൊണ്ട് തന്നെ നമ്മളെ ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച് പറയുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട് അല്ലേ. അടുത്ത ചോദ്യം, നമ്മുടെ എക്കണോമിക്, പൊളിറ്റിക്കൽ, സിവിൽ റൈറ്റ്സ് ആണ് ചോദിക്കുന്നത്. ഇതും അതേപോലെ ഒരുപാട് സബ്ജക്റ്റുകൾ തരും. അതിൻ്റെ അണ്ടറിൽ നമ്മളിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുക്കണം. അതേ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഭരണഘടനയുടെ ആധികാരികത നിശ്ചയിക്കുന്ന 3 ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദ അതോറിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ചോദിക്കുന്നത്. ഭരണഘടനയുടെ ആധികാരികത നിശ്ചയിക്കുന്ന 3 ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ കൊടുക്കണം. അടുത്തത്, ലോകസഭയ്ക്ക് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ പവേഴ്സ്. ഈ ചോദ്യം പോലെ നമുക്ക് നേരത്തെ വന്നു, ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കുള്ള പവേഴ്സ്. ഇനി ലോക്സഭയ്ക്ക് സ്പെഷ്യൽ പവേഴ്സ് കുറച്ചുണ്ട്. മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ അതാണ് അവിടെ പറയുന്നത്. ലോക്സഭയുടെ പ്രത്യേക അവകാശങ്ങൾ. അടുത്തത്, അവകാശങ്ങളും ചുമതലകളും തമ്മിലുള്ള ബന്ധം എന്താണ്? അവകാശങ്ങളും, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. റൈറ്റ്സും ഡ്യൂട്ടീസും തമ്മിൽ എന്താണ്? നമുക്ക് റൈറ്റ്സിനോടൊപ്പം കൂടെ ഉള്ളത് എന്താണ്? ഒന്ന് തന്നെയാണ് ഡ്യൂട്ടി. രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒന്നിൻ്റെ ഒരു കോയിൻ്റെ 2 വശമാണ് റൈറ്റ്സും ഡ്യൂട്ടിയും. ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫേസ് ചെയ്യുന്ന ക്രിറ്റിസിസം, ലിമിറ്റേഷനും ക്രിറ്റിസിസം രണ്ടും 2ആണ്. അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ.
ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ വിമർശനങ്ങൾ. സോ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമുക്ക് 3-4 മാർക്കിന് സാധാരണഗതിയിൽ ചോദിക്കാം. ഒരു 23 ചോദ്യങ്ങളുണ്ട്. ഈ 23 ചോദ്യങ്ങളും മിസ് എന്ത് ചെയ്തുതരും, ഒരു കോണ്ടന്റ് വീഡിയോ ആയിട്ട് നിങ്ങളെ മുമ്പിലെത്തും. നിങ്ങൾ യാതൊരു തരത്തിലും വറീഡ് ആവേണ്ട. എക്സാമിന് മുന്നേ 4 കോണ്ടന്റ് വീഡിയോസ് വരുന്നുണ്ട്. ഒന്ന് ഇതായിരിക്കും, രണ്ടാമത്തത് 23 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു കോണ്ടന്റുമായിട്ട് മിസ് നിങ്ങളെ മുമ്പിൽ എത്തും. അടുത്തത് പിന്നെ മൂന്നാമത്തെ നമ്മുടെ കോണ്ടന്റ് ആയിട്ട് മിസ് വരാൻ പോകുന്നത് 5 മാർക്കിന്റെ ചോദ്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുക. 5 മാർക്കിന്റെ ചോദ്യങ്ങളിൽ നോക്കിക്കേ, എന്താണ് ഫസ്റ്റ് മക്കളെ നമ്മളോട് പറയുന്നത്, ലോ മേക്കിംഗ് പ്രൊസീജിയർ. എന്താണെടാ ലോ മേക്കിംഗ് പ്രൊസീജിയർ? ഇന്ത്യയിൽ എങ്ങനെയാണ് നിയമം നിർമ്മിക്കുക? നമ്മൾ ഫസ്റ്റ് റീഡിങ്, ഫസ്റ്റ് സ്റ്റേജ് ഓർ ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, അതിൽ നമ്മൾ പറഞ്ഞു അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കഷനൊക്കെ നടത്തും. തേർഡ് സ്റ്റേജിൽ നമ്മൾ കമ്മിറ്റി രൂപീകരിക്കും. ഫോർത്ത് സ്റ്റേജിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. ആൻഡ് ഫിഫ്ത്ത് സ്റ്റേജിൽ ആ റിപ്പോർട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യും. ഇങ്ങനെ 5 സ്റ്റേജുകളായിട്ടാണ് നമുക്കുള്ളത്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പലതരം ഫങ്ഷൻസ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷന്, ഭരണഘടനയ്ക്ക് പല ധർമ്മങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാം. പിന്നെ ചോദിക്കുന്നത് ഇന്ത്യൻ ഫെഡറേഷനിലെ യൂണിറ്ററി സവിശേഷതകൾ അഥവാ യൂണിറ്ററി ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ദെൻ ഇലക്ഷൻ കമ്മീഷന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ അധികാരങ്ങൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനുണ്ട്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം. അടുത്തത് പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ, എന്തൊക്കെ പവേഴ്സ് ആണ് പ്രൈം മിനിസ്റ്ററിനുള്ളത്, അത് നമ്മൾ പറയുക. ദെൻ ഇന്ത്യൻ സെക്കുലറിസവും വെസ്റ്റേൺ സെക്കുലറിസവും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് അടുത്തതായിട്ട് നമുക്ക് കൊടുക്കേണ്ടത്. ഇന്ത്യൻ സെക്കുലറിസവും വെസ്റ്റേൺ സെക്കുലറിസവും തമ്മിലുള്ള ഡിഫറൻസസ്. അടുത്ത നോക്കിക്കേ, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിട്ട്. നമുക്ക് ഏതൊക്കെ റിട്ടുകളാണുള്ളത്, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോവാറൻഡോ, സെർഷ്യൂററി, പ്രോഹിബിഷൻ, ഇങ്ങനെ 5 റിട്ടുകളുണ്ട്. ഈ 5 റിട്ടുകളും എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ കൊടുക്കാം. അടുത്ത മക്കളെ ചോദിക്കുന്നത് ടെക്നിക്സ് ഓഫ് പാർലമെന്ററി കൺട്രോൾ. മക്കളെ നമുക്ക് എങ്ങനെയാണ് പാർലമെന്റ് എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യുന്നത്, അതിൻ്റെ ഉപാധികൾ എന്തൊക്കെയാണ്, അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൊടുക്കണം. അടുത്തത് എങ്ങനെ നമുക്ക് സമത്വം കൈവരിക്കാൻ പറ്റും, അതിൻ്റെ മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഹൗ ക്യാൻ വി പ്രൊമോട്ട് ഇക്വാലിറ്റി, അത് നമുക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റണം. ഈസിയാണ്. ആ രീതികളൊക്കെ മിസ് പഠിപ്പിച്ചു തരാം. അതേപോലെ സുപ്രീം കോടതിയുടെ ജുറിസ്ഡിക്കേഷൻസ് എന്തൊക്കെയാണ്, അധികാര പരിധിയിലെ സുപ്രീം കോടതിയുടെ ജുറിസ്ഡിക്കേഷനിൽ നമ്മൾ പറയുന്ന സമയത്ത് അപ്പലേ ജുറിസ്ഡിക്കേഷൻ, അഡ്വൈസറി ജുറിസ്ഡിക്കേഷൻ, അതേപോലെ തന്നെ റിട്ട് ജുറിസ്ഡിക്കേഷൻ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് അല്ലേ. സോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ എഴുതി കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഈ ഒരു 5 മാർക്കിൻ്റെ സെറ്റിൽ നമുക്ക് പറയാനുണ്ട്. ഇക്വാലിറ്റിയുടെ 3 ഡൈമെൻഷൻസ് എന്തൊക്കെയാണ്, 3 മാനങ്ങൾ എന്തൊക്കെയാണ്. ഈ ഒരു ചാപ്റ്ററുകളിൽ നിന്ന് മക്കളെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ നിങ്ങൾക്ക് വരികയുള്ളൂ. ഓക്കെ, ഇനി നീതിയുടെ 3 തത്വങ്ങൾ എന്തൊക്കെയാണ്, ജസ്റ്റിസിൻ്റെ 3 പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്. പിന്നെ ചോദിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫിലോസഫീസ് എന്തൊക്കെയാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രം എന്താണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഘടനാപരവുമായ ഹിംസയുടെ വ്യത്യസ്ത രൂപങ്ങൾ അഥവാ ഫോംസ് ഓഫ് സ്ട്രക്ചറൽ വയലൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇംഗ്ലീഷുകാർക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ, മലയാളംകാർക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇംഗ്ലീഷ് മലയാളം മിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കളെ ഇത്രയും 14 ചോദ്യങ്ങളാണ് 5 മാർക്കിൻ്റെ സെറ്റിൽ നമ്മൾ സാധാരണഗതിയിൽ നോക്കേണ്ടത്. ഈ 5 മാർക്കിൻ്റെ ചിലപ്പോൾ 3-4 മാർക്കിന് ചോദിക്കും, 3-4 മാർക്കിന് ചിലപ്പം 5 മാർക്ക് ചോദിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറഞ്ഞു വരും. പക്ഷെ എന്നിരുന്നാലും ഇത് പഠിച്ചു വെച്ച മക്കളെ എക്സാം സെറ്റായിട്ട് A+ നമുക്ക് വാങ്ങാം. ഓക്കെ, അടുത്തത് നമ്മൾ എസ് എ സെക്ഷനിലേക്ക് നമ്മൾ വരികയാണ്. എസ് എ സെക്ഷനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻറിച്ച്ഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്ത മൗലികാവകാശങ്ങൾ വിവരിക്കുക. നമുക്ക് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടെന്ന് അറിയാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 6ാം പാർട്ടിലാണ് ഇതെന്ന് അറിയാം. അതൊക്കെ നമുക്കറിയാം. റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത്
ചെയ്യുന്നുണ്ട്? നമുക്കുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്, ഇങ്ങനെ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്കുണ്ട് അല്ലേ? ഫ്രീഡം അടക്കം 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്കുണ്ട്. അതൊക്കെ നമ്മളവിടെ കൊടുക്കാം. അടുത്തത് 73-ാം ഭരണഘടനാ ഭേദഗതി വന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് എന്നുള്ളതാണ് 2ാമത്തെ എസ്സേയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 3ാമത്തെ എസ്സേയിൽ നമ്മുടെ നാഷണലിസത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് അടുത്തത് സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷനിൽ എന്തൊക്കെ കോൺഫ്ലിക്റ്റുകളാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക, കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്ക വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കൊടുക്കണം. ബൗണ്ടറി ഡിസ്പ്യൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ, റിവർ ഡിസ്പ്യൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടുത്തത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പവറും ഫങ്ഷനും ആണ് നമ്മളോട് ചോദിക്കുന്നത്. പിന്നെ ഇന്ത്യൻ സെക്യുലറിസം, ക്രിറ്റിസിസം എഗെയിൻസ്റ്റ് ഇന്ത്യൻ സെക്യുലറിസം, ഇത് ഈ പ്രാവശ്യം വന്നൊരു എസ്സേ ആണല്ലേ. ഇന്ത്യൻ സെക്യുലറിസം നേരിടുന്ന ക്രിറ്റിസിസംസ് എന്തൊക്കെയാണെന്നുള്ളത്. സോ ഇതൊക്കെ മിസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു കോണ്ടന്റ് ആയിട്ട് തന്നെ വരും. എല്ലാം കൂടി ഒരുമിച്ചല്ല, ഒരു കോണ്ടന്റ് നമുക്ക് ഇപ്പോൾ ഈ പോകുന്നതാണ്. 2ാമത്തെ കോണ്ടന്റിൽ 3-4 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യും. 3ാമത്തെ കോണ്ടന്റിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. 4ാമത്തെ ഈ കോണ്ടന്റിൽ ഈ എസ്സേനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക, എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുക. സോ ഈ 4 കോണ്ടന്റ്സും അടിപൊളിയായിട്ട് നിങ്ങൾ കേട്ട് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ ഈസി പീസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫുൾ മാർക്ക് തന്നെ നമുക്ക് നേടാൻ സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ് മക്കളെ. അതേപോലെ തന്നെ എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് മിസ് ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. എന്ത് തന്നെയായാലും നിങ്ങളെ കൺസേൺസ് ഒക്കെ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത കോണ്ടന്റ് വീഡിയോയിൽ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാം, പഠിക്കാം കേട്ടോ. സോ that's all of this video. Thanks for watching us, dears.